വളരെ ഗുരുതരമായ അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞു. എന്നോട് ഒരു അധ്യാപകൻ പറഞ്ഞത്, അങ്ങനെ ഇപ്പോൾ അധ്യാപകനല്ല, റിട്ടയർ ചെയ്ത ആളാണ്. അദ്ദേഹം ഈ മേഖല പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പഠനം പൂർത്തിയായിട്ടില്ല. ഇതിൻ്റെ ഒരു ഇൻഡിക്കേഷനായിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞത്, കേരളത്തിലെ സ്കൂളുകളിലോ കോളേജുകളിലോ 1 മണി കഴിഞ്ഞാൽ പിന്നെ അധ്യാപകർക്ക് പേടിയാണ്. ഉച്ചയ്ക്ക് 1 മണി, അത് കഴിഞ്ഞാൽ അധ്യാപകർക്ക് കാരണം കൂടാതെ ഒരു പേടിയാണ്. ഏതു കുട്ടി എപ്പോൾ അവരെ എങ്ങനെ ആക്രമിക്കും എന്നുള്ള ഒരു വെപ്രാളം. ലേഡി ടീച്ചർമാരാരും തന്നെ ആദ്യത്തെ 4 ബെഞ്ചിന് പുറകിലേക്ക് പോകാറില്ല. ഫസ്റ്റ് പീരീഡിലും പോകില്ല, ലാസ്റ്റ് പീരീഡിലും ഒട്ടും പോകില്ല. 4 ബെഞ്ചിനപ്പുറം പോകാൻ അവർക്ക് പേടിയാണ് പകൽ സമയത്ത്. ഇത് സ്കൂളിലാണെന്ന് ഓർക്കണം, കോളേജിൽ പോലുമല്ല. കോളേജിൽ ഇതിലും വഷളാണ് സ്ഥിതി. മഹാരാജാസ് കോളേജ് ഇതിൻ്റെ ഒരു കേന്ദ്രമാണ്. മഹാരാജാസ് കോളേജിലെ അധ്യാപകരോട് ചോദിക്കുക, ഇടതുപക്ഷക്കാരായതുകൊണ്ട് പരമരഹസ്യമായിട്ട് വേണം ചോദിക്കാൻ, എങ്കിലേ അവർ സത്യാവസ്ഥ പറയുള്ളൂ. അവർക്ക് പേടിയാണ്. മഹാരാജാസ് കോളേജിൽ ചില പ്രത്യേക കോർണർ സംഗതിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് പണ്ടും ഉണ്ടായിരുന്നില്ല, എനിക്കുണ്ടായിരുന്നു. പണ്ട് ഈ പുകയില, അത്യാവശ്യം കഞ്ചാവ് അങ്ങനെ കിട്ടുമൊന്നുമില്ല. അത് കഞ്ചാവില്ലാതെ പറ്റില്ല എന്നുള്ള ആൾക്കാർ അതിനുള്ളൊരു സംവിധാനമൊക്കെ ഉണ്ടാക്കുന്നുള്ളതല്ലാതെ ഭയങ്കര സ്ട്രിക്റ്റായിരുന്നു ഇത് കിട്ടാൻ. ഇപ്പോൾ ഈ സിന്തറ്റിക് ഡ്രഗ്സ് വന്നു കഴിഞ്ഞപ്പോൾ അത് ആ ഡ്രഗ്സ് പുഷ് ചെയ്യാതെ പറ്റില്ല. അപ്പോൾ ഡ്രഗ് ലോബിയൊക്കെ ആയി. പണ്ട് കഞ്ചാവിനൊന്നും ലോബിയൊന്നുമില്ല. അത് നമ്മുടെ കൂട്ടത്തിൽ ഉള്ള ആരെങ്കിലും ഒരു ഇടുക്കിക്കാരനുണ്ടെങ്കിൽ അവനോട് പറയും, എടാ ഒന്ന് സംഘടിപ്പിച്ച് തരാം, നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവൻ വലിയ ഗമയാണ്. ബട്ട് ഇത് കിട്ടുന്നത് ഫ്രീ ആയിട്ടാണ്. ഒരു സഞ്ചി കഞ്ചാവുമായിട്ട് ഇയാൾ വരും, വേണ്ടവനെല്ലാം വാരി കൊടുക്കും. ആരെങ്കിലും കുറച്ച് വലിച്ചില്ല, അങ്ങനെ അങ്ങ് പോകും. ഇതൊക്കെയായിരുന്നു. അല്ലാതെ ഇതിനൊരു നിയതമായ ഒരു കട, അങ്ങനെ ഏജൻറ്റ്, അതൊന്നുമില്ല. ഇൻഫോർമൽ സെറ്റപ്പായിരുന്നു. പോലീസ് പിടിച്ചാലും അതുപോലെ വളരെ കടുത്ത ശിക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സ്ലോലി പോലീസിൽ കറപ്ഷൻ തുടങ്ങി. കഞ്ചാവിന് ഒരു ക്വാണ്ടിറ്റി ഉണ്ട്. NDPS ആക്ട് അനുസരിച്ച് കുറ്റകരമാവണമെങ്കിൽ ഒരു മോർ ദാൻ ദിസ് മച്ച് ഗ്രാം, 10 ഗ്രാമോ 5 ഗ്രാമോ അങ്ങനെ എന്തോ, അതിൽ കൂടുതലായിരിക്കണം കഞ്ചാവ്. അപ്പോൾ പോലീസുകാർക്ക് ഇത് മാനിപ്പുലേറ്റ് ചെയ്യാനുള്ളൊരു പോയിൻ്റായി. എൻ്റെ കയ്യിൽ 100 ഗ്രാം കഞ്ചാവ് ഉണ്ടെങ്കിൽ അതിൽ 95 ഗ്രാം പോലീസുകാരനെടുക്കും, എന്നിട്ട് 5 ഗ്രാം ആണ് ബുക്കിൽ 5 ഗ്രാം പെർമിറ്റഡാണ്, അതുകൊണ്ട് വിട്ടു. ഈ 95 ഗ്രാം പോലീസുകാരന് വലിക്കാം, അല്ലെങ്കിൽ വിൽക്കാം, എന്തെങ്കിലും ചെയ്യാം. മെല്ലെ മെല്ലെ ഇത് രാഷ്ട്രീയക്കാർ ഒരു അടവായിട്ട് കണ്ടു. ഒരു കാര്യം പ്രത്യേകിച്ചൊരു പഠനമില്ലാതെ ഞാൻ പറയാം, പോലീസും രാഷ്ട്രീയക്കാരും അറിയാതെ ഈ ഒരു ഏർപ്പാട് നടക്കില്ല. ഒരിടത്തും നടക്കില്ല. കേരളത്തിൽ മാത്രമല്ല, നമ്മുടെ ഒരു സംസ്ഥാനത്തിലും പോലീസ് പൊളിറ്റീഷ്യൻ നെക്സസ് ഇല്ലാതെ ഈ സാധനം നടക്കില്ല. സകല കാര്യത്തിനും പൊളിറ്റീഷ്യൻസ് കമ്മീഷൻ മേടിക്കും. പിന്നെ ഈ ഡ്രഗിനെ മാത്രം വെറുതെ വിടും. അവർ കൊടുത്തേക്ക് അതിൻ്റെ കമ്മീഷൻ വീട്ടിലെത്തണം. പിന്നെ പോലീസുകാർ എന്ത് ചെയ്യാൻ? മന്ത്രി സമ്മതിച്ചു, അല്ലെങ്കിൽ MLA സമ്മതിച്ചു, അത് ചെയ്യും. ഇതിന് സമ്മതിക്കാത്ത ആൾക്കാരെ ഇവർ ബൈപ്പാസ് ചെയ്യും. അയാളെ മൈൻഡ് ചെയ്യാതെ. പല രാഷ്ട്രീയക്കാരുണ്ട്, ഇതൊന്നും ചെയ്യാത്ത ആൾക്കാരുണ്ട്. അന്യഥാ കൈക്കൂലി വാങ്ങുമെങ്കിലും കഞ്ചാവ്, മയക്കുമരുന്നൊക്കെ അത് വിറ്റ് അതിൻ്റെ കമ്മീഷൻ എന്നുള്ള രീതിയിലൊന്നും പോവില്ല. അത്രയൊന്നും അധാർമികമാവാൻ പറ്റില്ല എന്നൊക്കെയുള്ള രാഷ്ട്രീയക്കാരുണ്ട്. അവരെ ഇവർ അവോയ്ഡ് ചെയ്യും. അവരുള്ള റൂട്ടിൽ കൂടെ ഇവർ പോവില്ല, വേറെ റൂട്ടിൽ ഓപ്പറേറ്റ് ചെയ്യും. അവർ തടയാനൊട്ട് ശ്രമിക്കുകയില്ല. അവർക്കറിയാം ഇതൊക്കെ നടക്കുന്നുണ്ടെന്ന്. പക്ഷേ ഇത് തടഞ്ഞാൽ ഇതിൽ അടങ്ങിയിരിക്കുന്ന വമ്പന്മാർ ആരൊക്കെയാണെന്ന് ഇയാൾക്ക് നന്നായിട്ട് അറിയാം. രാഷ്ട്രീയക്കാരൻ ഇയാളുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതെ പോകും. കാരണം അത്ര വലിയ തുകയാണ് ഇതിൽ മറിയുന്നത്. 5000 കോടി 10000 കോടി
5000 കോടിയുടെ മയക്കുമരുന്ന് പിടിച്ചെന്ന് കേട്ടില്ലേ ഗുജറാത്തിലെ പോർട്ടിൽ? 5000 crores, 50 കോടി രൂപ ഒരുമിച്ച് വായിച്ചത് കണ്ടിട്ടുണ്ടോ ജീവിതത്തിൽ? ഇല്ല, ഒരുമിച്ച് ഒരിക്കലുമില്ല. 5000 കോടി എന്ന് പറഞ്ഞാൽ എത്ര വലിയ തുകയാണെന്ന് ആലോചിച്ച് നോക്കി. അത് കോളേജിലെ സ്കൂളിലെ പിള്ളേർക്ക് വിതരണം ചെയ്ത് അങ്ങ് തീർന്നു പോകും. പിന്നെ ഇതിൻ്റെ പലവിധ ടെക്നിക്സ്, സ്റ്റാമ്പ് കൊടുക്കുക, 1-2 തവണ കാശ് വാങ്ങാതെ കൊടുക്കുക, 3-ാം തവണ ഇവൻ കാശ് കൊണ്ടുവരും, പിന്നെ എങ്ങനെയായി പ്രശ്നമായി. ഇപ്പോൾ ഞാൻ പറയാം, കേരളത്തിൽ ഈ ഡ്രഗ്സിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ ആദ്യം ചെയ്യേണ്ടത് ഡ്രഗ്സ് റാക്കറ്റ് ബസ്റ്റ് ചെയ്യുക. നല്ല ഒന്നാന്തരം പോലീസ് ഓഫീസർമാർ കേരളത്തിലുണ്ട്. അവർക്ക് അൺബ്രിഡിൽഡ് പവേഴ്സ് കൊടുക്കുക, കർബിറ്റ്. അതിൽ ഏത് പൊളിറ്റീഷ്യൻ, ഏത് തമ്പുരാനാണെന്ന് നീ നോക്കണ്ട, ഡൂ ദാറ്റ് എന്ന് പറയും. പക്ഷേ അവർ അന്ന് വൈകുന്നേരത്തിനുള്ളിൽ അറസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും വലിയ തമ്പുരാനെ ആയിരിക്കും ചിലപ്പോൾ. അവർക്കെല്ലാം അറിയാം. വായിച്ച് ഒരു കാര്യം, ഒരു റിസർച്ചും സ്റ്റഡിയും ഇല്ലാതെ ഞാൻ പറയാം, പൊളിറ്റീഷ്യൻസും പോലീസും അറിയാതെ കേരളത്തിൽ ഡ്രഗ്സ് ബിസിനസ് നടക്കില്ല. ഈ പിള്ളേരുടെ അടുത്ത് പോവില്ല. നിങ്ങൾ സിൻസിയറായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ ഒരു 10 പേരെ വിളിച്ച് ഏൽപ്പിക്കുക ഈ കാര്യം. ഒരു രാഷ്ട്രീയവും നോക്കാതെ, മുഖം നോക്കാതെ പിടിക്കാൻ നിങ്ങൾ ഏൽപ്പിക്കുക. മിക്കവാറും ഒരാഴ്ച കൊണ്ട് നിങ്ങളുടെ ഡ്രഗ്സ് കൺസംഷൻ ഒരു 70% കുറഞ്ഞ്, ഇപ്പോൾ മൊത്തം 100 കിലോ ആണെങ്കിൽ 30 കിലോ ആയിട്ട് മാറും. വീണ്ടും ഒരു 2 ആഴ്ച കൊണ്ട് ഇത് പിന്നെ തീരെ ഇത് ആക്കാനും പറ്റില്ല. അഡിക്റ്റൊക്കെ ആയിട്ടുള്ളവർക്ക് ഇത് വേണം, അപ്പോൾ അവർ ഇത് സംഘടിപ്പിച്ചു എന്ന് വരും. ബട്ട് ഈ രീതിയിൽ ഇത്ര വ്യാപകമായിട്ട് കൊച്ചു പിള്ളേരുടെ കയ്യിൽ ഇത് പോവില്ല ഇവരറിയാതെ.